മധുസൂദനെ കണക്കിന് കൊടുത്ത് രേവതിയും കൊണ്ട് അവിടെ നിന്നും പോകുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. തുടർന്ന് മഹിമയും മധുസൂദനും സച്ചിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും നിന്റെ അച്ഛനെ അടിച്ചവനുള്ള വീട്ടിലേക്ക് നീ പോകരുതെന്ന് വർഷയോട് പറയുകയും ചെയ്യുന്നു. തുടർന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് വർഷയോട് ചന്ദ്രമതി പറയുമ്പോൾ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് വർഷ അവിടെ നിന്നും പോകുന്നു. അതോടെ മധുസൂദനും മഹിമയ്ക്ക് സന്തോഷമാകുന്നു. തുടർന്ന് ശ്രീകാന്തിനോട് വർഷനെയും കൂട്ടി വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് രവീന്ദ്രൻ അവിടെ നിന്നും പോകുന്നു. ഇതെല്ലാം കണ്ട് ശ്രുതിക്കും മീരയ്ക്കും സന്തോഷമാവുകയും ഇനി എൻ്റെ അച്ഛൻ്റെ കാര്യം അവർ മറന്നു പോയിക്കൊള്ളുമെന്ന് ശ്രുതി പറയുകയും ചെയ്യുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന ചന്ദ്രമതി എല്ലാവരുടെ മുമ്പിൽ ഞാൻ അപമാനിക്കപ്പെട്ടുവെന്നും എല്ലാത്തിനും കാരണം സച്ചിയാണെന്നും പറഞ്ഞ് സച്ചിനെ കുറ്റപ്പെടുത്തുന്നു. ശേഷം ശ്രുതിയും സുധിയും എല്ലാം സച്ചിനെ കുറ്റപ്പെടുത്തുകയും ശ്രീകാന്തും വർഷയും വർഷയുടെ വീട്ടിലേക്ക് പോയി എന്നും പറയുന്നു. ഇത് കേട്ട് രവീന്ദ്രന് വിഷമമാകുന്നു. ശേഷം എല്ലാത്തിനും കാരണം നിങ്ങളാണെന്നും രേവതി ഇവിടെ വന്നു കയറിയതു മുതൽ ഈ വീട്ടിൽ കഷ്ടകാലം തുടങ്ങിയതാണെന്നും പറയുന്ന ചന്ദ്രമതിക്ക് രവീന്ദ്രൻ കണക്കിന് കൊടുക്കുകയും ഇന്ന് നടന്ന സംഭവത്തിൽ ഞാൻ എൻ്റെ സച്ചിക്കൊപ്പമാണെന്നും അവൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നും രവീന്ദ്രൻ പറയുന്നു. തുടർന്ന് രേവതി മോഷ്ടിച്ചു കാണുമെന്ന് പറയുന്ന ചന്ദ്രമതിയുടെ അഹങ്കാരം രവീന്ദ്രൻ തീർത്തു കൊടുക്കുന്നു. ശേഷം വർഷയും ശ്രീകാന്തും ഇനി ഇവിടേക്ക് വരില്ലെന്ന് ചന്ദ്രമതി പറയുമ്പോൾ ഞാൻ വിളിച്ചാൽ വർഷനെയും കൂട്ടി അവൻ ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞ് രവീന്ദ്രൻ ശ്രീകാന്തിനെ വിളിക്കാനായി പോകുന്നു. പിന്നീട് രവീന്ദ്രൻ ശ്രീകാന്തിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ ശ്രീകാന്ത് സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. തുടർന്ന് നീ വർഷനെയും കൂട്ടി ഇവിടേക്ക് വരണമെന്ന് രവീന്ദ്രൻ പറയുമ്പോൾ എനിക്കിപ്പോൾ വീട്ടിലേക്ക് വരാൻ തോന്നുന്നില്ലെന്നും ഞാൻ അച്ഛനെ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നീട് ശ്രീകാന്തും വർഷ വരുമെന്ന് രവീന്ദ്രൻ ചന്ദ്രമതിയോട് പറയുമ്പോൾ രവിയേട്ടൻ എന്നെ സമാധാനിപ്പിക്കാനായി വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ചന്ദ്രമതി വിഷമിക്കുന്നു. പിന്നീട് സച്ചി രേവതിനെ നിർബന്ധിച്ച് ആഹാരം കഴിക്കാനായി റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകുന്നു. ശേഷം ഓഡിറ്റോറിയത്തിൽ നടന്നതിനെപ്പറ്റി ഇരുവരും സംസാരിക്കുന്നു. തുടർന്ന് എനിക്ക് ആഹാരം വേണ്ട എന്ന് പറയുന്ന രേവതിയോട് നീ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞാൻ നേരെ ബാറിലേക്ക് പോകുമെന്ന് സച്ചി പറയുന്നു. അതോടെ ആഹാരം കഴിക്കാമെന്ന് രേവതി സമ്മതിക്കുന്നു. പിന്നീട് ശ്രീകാന്തും വർഷയും തിരികെ വീട്ടിലേക്ക് വന്നതോർത്ത് സന്തോഷിക്കുന്ന മധുസൂദനെ മഹിമേനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.